നമുക്ക് വളരെ അടുത്ത് പരിചയമുള്ള ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ, അതേ ഒരു സർജനാണ്, പ്രഗത്ഭനായ ശസ്ത്രക്രിയാ വിദഗ്ധൻ. അദ്ദേഹത്തിന് ഇപ്പോൾ 93 വയസ്സായി. 5 വർഷം മുമ്പ് വരെ, അതായത് അദ്ദേഹത്തിൻ്റെ 88-ാം വയസ്സ് വരെ സർജറി ചെയ്യുമായിരുന്നു. വളരെ സങ്കീർണങ്ങളായ ശസ്ത്രക്രിയകൾ ചെയ്യുമായിരുന്നു. നോക്കൂ, 88 വയസ്സുള്ള ഒരു സർജൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം പഠിക്കുന്ന കാലത്ത്, അദ്ദേഹം MS പഠിക്കുന്ന കാലത്ത് എന്തെന്ത് സാങ്കേതിക വിദ്യയും ഉപകരണങ്ങളും ഉണ്ടായിരുന്നോ അതിലൊന്നുപോലും ഇന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇന്ന് അദ്ദേഹം ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ഉപകരണം, ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമോ സാങ്കേതിക വിദ്യയോ അന്ന് ഉണ്ടായിട്ടുമില്ല. പിന്നെ എന്തുകൊണ്ട്, എങ്ങനെ അദ്ദേഹത്തിന് തൻ്റെ പ്രാഗൽഭ്യത്തെ നിലനിർത്തിക്കൊണ്ട് ഈ മേഖലയിൽ വർത്തിക്കാൻ കഴിയുന്നു? ഒറ്റ മറുപടിയുള്ളൂ: കാലത്തിനനുസരിച്ച്, സമയത്തിനനുസരിച്ച് സ്വയം നവീകരിച്ചു കൊണ്ടേയിരുന്നു. അറിവുകളെ സ്വായത്തമാക്കിക്കൊണ്ടിരുന്നു, സ്വയം ക്രമീകരണത്തെ ചെയ്തു. ഇത് വ്യക്തിയെ സംബന്ധിച്ച് മാത്രമല്ല, ഏതൊരു സമാജമായാലും ഈ സ്വയം നവീകരണം സംഭവിക്കണം. ഒരു ഇംഗ്ലീഷ് പദം എടുത്താൽ അപ്ഡേറ്റ് ചെയ്യാന്നർത്ഥം. നിരന്തരമായി അപ്ഡേറ്റിംഗ് നടക്കണം, നിരന്തരമായിട്ട്. ഈ നവീകരണത്തിന് എന്തായിരിക്കണം കാരണം? മാറ്റത്തിന് വേണ്ടി മാറ്റം കൊണ്ടുവരരുത്. മാറ്റം സ്വാഭാവികമായി സംഭവിക്കണം, മാറ്റം അനിവാര്യതയിൽ നിന്നായിരിക്കണം. മാറ്റം അനിവാര്യതയിൽ നിന്നായിരിക്കണം. ആ മാറ്റങ്ങളൊക്കെ തന്നെ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട ആശയമാണ്. ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാത്ത ഒരു ജനതയും ഒരു സമൂഹവും നിലനിന്നിട്ടില്ല, നിലനിൽക്കുകയുമില്ല. ഇത് സനാതനധർമ്മമാണ്. സനാതനമെന്ന് പറഞ്ഞാൽ എല്ലാ കാലവും നിലനിൽക്കും എന്ന് മൈക്രോഫോണിൻ്റെ മുമ്പിലിരുന്ന് ചിദാനന്ദപുരസ്വാമി പ്രസംഗിച്ചതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. മറിച്ച് ധർമ്മം സനാതനമായി നിൽക്കുന്നത് ചരിത്രത്തിൽ നിന്ന് പാഠങ്ങളെ ഉൾക്കൊണ്ട് നമ്മൾ പരിവർത്തനം വരുത്തേണ്ട മേഖലകളിൽ പരിവർത്തനം വരുത്തുമ്പോഴാണ്. ചരിത്രങ്ങളിൽ നിന്ന് പാഠങ്ങളെ ഉൾക്കൊണ്ട് സ്വയം നവീകരിക്കുമ്പോഴാണ്. ആ സ്വയം നവീകരണം എന്നുള്ളത് നേരത്തെ സൂചിപ്പിച്ച ഒരു കാലഘട്ടത്തിലും മാറാത്ത ശ്രുതിയുടെ അടിസ്ഥാനത്തിൽ സത്യം, ധർമ്മം, സ്വാധ്യായം, അഥവാ ഏവരും പരസ്പരം സ്നേഹിക്കൂ, തിരിച്ചറിവോടുകൂടി ജീവിക്കൂ, ഒന്നിച്ച് നല്ലതിലേക്ക് നടക്കൂ, ഒന്നിച്ച് നല്ലതിനെ പറയൂ. ഈ വക സനാതനങ്ങളായ ആശയങ്ങൾക്ക് ഒരു മാറ്റം ഒരു കാലത്തും വരാനില്ല. അവയെല്ലാം ശ്രുതിയാണ്, ശ്രൗതമാണ്. എന്നാൽ സ്മൃതി മാറ്റങ്ങൾക്ക് വിധേയമാവണം, ചരിത്രങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം. വാസ്തവത്തിൽ ഈ ധർമാചാര്യ സഭ എന്നുള്ളതിൻ്റെ കർത്തവ്യം ഈ രണ്ടിനെയും വേർതിരിച്ച് ബോധിപ്പിക്കുക എന്നുള്ളതാണ്. മാറാത്ത ശ്രുതിയും മാറുന്ന സ്മൃതിയും. സ്മൃതിയെ ഏതെങ്കിലും ഒരു മതം അഥവാ ഏതെങ്കിലും ഒരു വ്യവസ്ഥ എല്ലാ കാലവും നിലനിൽക്കേണ്ടതാണെന്ന് കരുതിയാൽ ആ വ്യവസ്ഥ നിലനിൽക്കില്ല.
അതേ സമയത്ത് അടിസ്ഥാന മൂല്യങ്ങൾ നഷ്ടപ്പെട്ടാലോ പിന്നെ അതിന് വ്യക്തിത്വവുമില്ല, അസ്തിത്വവുമില്ല. അതുകൊണ്ട് ഈ രണ്ടിനെയും യഥോചിതം മനസ്സിലാക്കാനും മനസ്സിലാക്കിക്കാനുമാണ് വാസ്തവത്തിൽ ഈ തരം സഭകളൊക്കെ നടക്കേണ്ടത്. ഈ അറിവോടുകൂടി വരുമ്പോൾ നമ്മുടെ സമാജം അഭിനവമായി തീരും. ആ വലിയ ഒരു ദൃഷ്ടിയോടുകൂടിയാണ് ഇത്തരമൊരു സഭയ്ക്ക് 113 വർഷങ്ങൾക്ക് മുമ്പ് ആചാര്യന്മാർ സങ്കല്പം ചെയ്തതും ക്രമികമായി പുലർന്നു പോന്നതും.